നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആരാണ് എന്നുള്ള സർവേ ഫലങ്ങളിൽ വീണ് പോകാതെ അതെല്ലാം മാധ്യമങ്ങളുടെ ചതിപ്രയോഗമാണ് എന്ന് മനസ്സിലാക്കി ഒരൊറ്റ മാധ്യമ പ്രവർത്തകരെയും നമ്പാതെ വളരെ സുസൂക്ഷ്മമായി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള അടുത്ത് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിച്ചതുപോലെ കോർപ്പറേഷനുകളിൽ കിട്ടിയ നേട്ടം പോലെ നിയമസഭയിലും അതിൻ്റെ അനുരണനം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്സഭയിൽ 2024 19 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ UDF 18 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ UDF മികവാർന്ന വിജയം കരസ്ഥമാക്കേണ്ടിയിരുന്ന തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത്? കാലുവാരലാണ് സംഭവിച്ചത്, അപജയമാണ് സംഭവിച്ചത്. അതിൻ്റെ ഉത്തരവാദികളായ നേതാക്കൾ ആരൊക്കെയെന്ന് കെ മുരളീധരൻ ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. അത് പാർട്ടി സംവിധാനത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന മര്യാദാപൂർവമായ നിലപാടിൻ്റെ പേരാണ്. പണ്ട് പാർട്ടി വിട്ടുപോയതിൻ്റെയും പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെയും ഉമ്മൻചാണ്ടിക്കെതിരെ പോലും മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ കെ മുരളീധരൻ തയ്യാറായി നിങ്ങൾ മദ്യ ഏജൻറ്റിൻ്റെ ആളാണ് എന്ന രീതിയിലൊക്കെ പ്രസ്താവന ഇറക്കിയ കാലഘട്ടമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സിനാറിയോ അല്ല നിയമസഭയുടെ സാഹചര്യം. എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ്. നിയമസഭയിൽ ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന എഫക്റ്റ് ഉണ്ട്. മൊത്തത്തിൽ വോട്ട് ഷെയർ ഹരിയാനയിലായിരുന്നാലും രാജസ്ഥാനിലായിരുന്നാലും കോൺഗ്രസ്സിന് കൂടുതലാണ് എന്ന് പറഞ്ഞ് അവിടെ ഭരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? ഹരിയാന നിയമസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോലെയല്ല, അല്ലെങ്കിൽ അസാമിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോലെയല്ല. കൃത്യമായി നോക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിലാണ് അധികാരത്തിൽ ഒരു മുന്നണി വരുന്നതും ഇല്ലാതാകുന്നതും. 2011 നേരിയ ഭൂരിപക്ഷത്തോടു കൂടി 72 എന്നത് വെറും നേരിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യം കൊണ്ട് 5 കൊല്ലം തുടർച്ചയായി ഭരണത്തിൽ ഉറപ്പിച്ചിരിക്കാൻ കഴിഞ്ഞത്. ആ നിശ്ചയദാർഢ്യം എത്ര പേർക്കുണ്ട്? തമ്മിലടിച്ച് പിണങ്ങുന്ന രീതിയിൽ നാല് പാട് പോകുന്ന പല നേതാക്കളാണ് ഇന്ന് കേരളത്തെ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല എന്നുള്ളതാണ് സത്യം. ജനകീയത ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അർപ്പണബോധവും ഇച്ഛാശക്തിയും നേതൃപാഠവും വേണം. അത് ആവോളം ഉള്ളത് കൊണ്ടാണ് CPIM ചാൻസ് കുറവായിട്ട് പോലും 2016 വിജയിച്ചതിന് ശേഷം തുടർഭരണം നേടിയെടുത്തത്. കെട്ടുറപ്പില്ലായ്മ അത് വളരെ വ്യക്തമാണ്. PM സുധീരൻ്റെ മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ കോൺഗ്രസിനെ പിന്നോട്ട് വലിച്ചു എന്ന് പറയുമ്പോഴും കെ ബാബു ഇപ്പോൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്ന സഭ്യതയുണ്ട്. 76-കാരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് അതേ പ്രായമുള്ള കെ സുധാകരനെ പോലുള്ളവരെ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുന്നു എന്നതും ഇവിടുത്തെ ഡബിൾ ഗെയിമിൻ്റെ ആഘാതം കൂട്ടുകയാണ്. ജാതി സ്പർദ്ധയും മതത്തിൻ്റെ കളികളും ഒക്കെ നടക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയുള്ളൂ. CPIM കൊണ്ടുവന്ന് വീണ്ടും അധികാരം വെച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും അത്തരത്തിൽ നടക്കുന്ന കള്ളക്കളികൾ.